2024 മെയ് മാസത്തിൽ സിക്കിമിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഇതിനു മുമ്പ് പല പ്രാവശ്യം പ്ലാൻ ചെയ്യുകയും ക്യാൻസൽ ചെയ്യുകയും ചെയ്ത ഒരു ഡെസ്റ്റിനേഷനായിരുന്നു സിക്കിം. ഇത്തവണ ഞങ്ങൾ 5 പേർ, ഞാൻ, ഷനോജ് മാഷ്, സുനിൽ മാഷ്, രമേശൻ മാഷ്, മാത്യു മാഷ്, ഞങ്ങൾ 5 പേര് സിക്കിമും ഒപ്പം ബംഗാളിലെ കുറേ സ്ഥലങ്ങൾ കാണുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ 2024 മെയ് 12 രാത്രി 11:30 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ 1 മണിക്കൂർ വൈകി ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. മെയ് 13 രാത്രി 1:30 ഞങ്ങൾ ബംഗളൂരു ടെർമിനൽ 2 വളരെ മനോഹരമായൊരു എയർപോർട്ടാണ് ബംഗളൂരുവിലെ ടെർമിനൽ 2 എന്ന് പറയുന്നത്. ഹാങ്ങിങ് ഗാർഡനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണത് കാണാൻ. കുറച്ച് സമയം അത് കണ്ടു നിന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. രാവിലെ 5 മണിക്കുള്ള എയർ ഇന്ത്യയുടെ തന്നെ ഫ്ലൈറ്റിൽ ബാഗ്ഡോഗരയ്ക്ക് യാത്ര തിരിച്ചു. രാവിലെ 7:50 ഞങ്ങൾ ബാഗ്ഡോഗര എയർപോർട്ടിൽ ഇറങ്ങി. ബംഗാളിലെ ഏറ്റവും വലിയ 2ാമത്തെ എയർപോർട്ടാണ് സിലിഗുരി ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഈ ബാഗ്ഡോഗര എയർപോർട്ട്. സിക്കിമിലെ പാക്യോങ് എയർപോർട്ട് വരുന്നത് വരെ സിക്കിമിൻ്റെ എയർപോർട്ടായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ ബാഗ്ഡോഗര എയർപോർട്ടാണ്. നിലവിൽ വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഇത്. 2024 ഇതിൻ്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളുടെ സിക്കിമിലേക്കുള്ള യാത്ര ഇന്നോവ ക്രിസ്റ്റയിലായിരുന്നു. ഇന്ന് 125 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലെത്താൻ. NH10 ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ആദ്യമൊക്കെ നല്ല വഴിയായിരുന്നു. പിന്നീട് മലമ്പ്രദേശത്തേക്ക് എത്തിയപ്പോഴേക്കും അതൊരു 2 ലൈൻ റോഡായിട്ട് മാറി. അതോടുകൂടി റോഡ് നിറയെ ബ്ലോക്കുകളും, പല സ്ഥലത്തും 10 മുതൽ 20 മിനിറ്റ് സമയം ഞങ്ങൾ റോഡിൽ കുടുങ്ങുകയും ചെയ്തു. ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു. കാരണം മഴ കഴിഞ്ഞ ഉടനെയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ എങ്ങും പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു കാണാനുള്ളത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഒരു വനത്തിലൂടെയുള്ള യാത്ര, അതും മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ബഹുഭൂരിപക്ഷം സമയവും ടീസ്റ്റ നദിയുടെ ഓരം ചേർന്നാണ് യാത്ര ചെയ്യുന്നത്. ഷിവോക്ക് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഈ ടീസ്റ്റ നദിയുടെ ഒപ്പമാണ് ഇന്നത്തെ യാത്ര. വടക്കൻ സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാളിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയിൽ ചേരുന്ന ഒരു നദിയാണ് ഇത്. ഈ നദി ഇങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇവിടെ ഈ പുഴയുടെ അക്കരെയുള്ള സ്ഥലം സിക്കിം സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബംഗാളിലൂടെയാണ്. സിക്കിമിലേക്ക് കയറാൻ ഇനിയും കുറച്ച് ദൂരം കൂടി നമ്മൾ യാത്ര ചെയ്യണം. റാങ്പോ എന്ന സ്ഥലത്ത് വെച്ച് ടീസ്റ്റ നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള റാങ്പോ ചു പറഞ്ഞാൽ റാങ്പോ നദി മുറിച്ച് കടന്ന് ഞങ്ങൾ സിക്കിമിലേക്ക് പ്രവേശിച്ചു. ഇനിയും ടീസ്റ്റ നദിയുടെ ഒപ്പം തന്നെയാണ് യാത്ര. 2:15 ഞങ്ങൾ ഗാംഗ്ടോക്കിലെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന മേയൽ ലയാങ് റെസിഡൻസി എന്ന ഹോട്ടലിലെത്തി. റൂമിൽ നിന്നാൽ തന്നെ മികച്ച കാഴ്ചകൾ നൽകുന്ന ഒരു ഹോട്ടലാണിത്. നഗരത്തിൻ്റെ കുറച്ച് പ്രദേശങ്ങളുടെയൊക്കെ കാഴ്ച ഈ റൂമിലെ ജനലിൽ തുറന്നാൽ നമുക്ക് കാണാമായിരുന്നു. 3 മണിയോടെ നഗര കാഴ്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ആദ്യം ഞങ്ങൾ ഗോഞ്ചാങ് മൊണാസ്ട്രിയിലേക്കാണ് പോയത്. തിങ്കെ ഗോഞ്ചാങ് റിംപോച്ചെ 1981 സ്ഥാപിച്ച ഒരു മൊണാസ്ട്രിയാണ് ഇത്. തിബറ്റൻ നിങ്മ വിഭാഗത്തിൻ്റേതാണ് ഈ സ്ഥാപനം. ഇവിടെ ബുദ്ധമത പാഠങ്ങളോടൊപ്പം ടിബറ്റൻ ഭാഷയും ഇംഗ്ലീഷും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ചെറിയൊരു മഴച്ചാറ്റലിനിടെ ഇതിൻ്റെ മുന്നിലുള്ള മുറ്റത്ത് നിന്ന് കാറ്റ് താടി കളിക്കുന്ന ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകളും താഴെ നഗര കാഴ്ചകളും ഒക്കെ കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഈ മൊണാസ്ട്രിയിലെ ബുദ്ധക്ഷേത്രത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്ന ആൾക്കൂട്ടത്തിനൊപ്പം നിന്ന് കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ടു. ഈ ചെറിയ വിഹാരത്തിനുള്ളിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് കുറച്ച് സമയം ഏതാണ്ട് അരമണിക്കൂറോളം ചിലവഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ താഷി വ്യൂ പോയിന്റിലേക്ക് നീങ്ങി. നഗരത്തിലെ ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നാൽ നഗര കാഴ്ചകളും ഒപ്പം ചുറ്റുമുള്ള മലനിരകളും ഒക്കെ കാണാം. പക്ഷെ മഴയായതിനാൽ കാഴ്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
അതിനാൽ പരമ്പരാഗത സിക്കിമീസ് വേഷം ധരിച്ച് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വേഷമൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ച് സമയം അതിലൂടെ നടന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ ഗണേഷ് ടോക്കിലേക്ക് നീങ്ങി. ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകൾ തൂങ്ങിക്കിടക്കുന്ന വഴിയിലൂടെയുള്ള ഒരു മനോഹര യാത്ര തന്നെയായിരുന്നു അത്. ഈ ടോക്ക് എന്നുള്ള പേര് ഇവിടെ മിക്കവാറും സ്ഥലങ്ങളുടെയൊക്കെ വാലായിട്ടുണ്ട്. ഗാങ് ടോക്ക്, ഗണേഷ് ടോക്ക്, ഹനുമാൻ ടോക്ക് എന്നൊക്കെ. ടോക്ക് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പീക്ക് എന്നാണ്, അല്ലെങ്കിൽ മലയുടെ അഗ്രഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗണേഷ് ടോക്കിലെത്തിയപ്പോൾ ഷൂ അഴിക്കാതെ മുകളിലേക്ക് കയറാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ താഴെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് മടങ്ങി. മഴയായിരുന്നതുകൊണ്ട് ഷൂരി കാല് മൊത്തം നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിനു മുന്നിൽ തന്നെയാണ് ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഉള്ളത്. അത് അടച്ചിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ടോക്കിലേക്ക്, ഹനുമാൻ ടോക്കിലേക്ക് പോയി. ഈ ഗാങ് ടോക്കിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ഈ ഹനുമാൻ ടോക്ക്. രാവിലെ ആണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാഞ്ചൻജംഗ ഉൾപ്പെടെയുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാം. ഈ മലയുടെ മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹനുമാൻ ടോക്ക് എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ നഗരത്തിലേക്ക് മടങ്ങിപ്പോന്നു. നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ള MG മാർക്കറ്റ് ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. MG മാർക്കറ്റിൻ്റെ അവിടെ ഇറങ്ങിയപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള താക്കൂർബാരി ക്ഷേത്രം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സിക്കിമിലെ ഏറ്റവും പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ചോഗൽ രാജാവ് ദാനം ചെയ്ത സ്ഥലത്ത് 1935 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് പല സമയത്തായി ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണ് ഇന്ന് കാണുന്ന ഈ ഒരു മനോഹര ക്ഷേത്രം പൂർത്തിയായത്. അവിടെ നിന്ന് ഞങ്ങൾ മുന്നിലേക്ക് ഇറങ്ങി MG മാർക്കറ്റിലേക്ക് കയറി. ഗാങ്ടോക്കിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കാൽനടയായിട്ട് കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാം. ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമോ ആസ്വദിക്കാം. വൈകുന്നേരങ്ങളാകുമ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇന്നും വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. കുറച്ചധികം സമയം ഞങ്ങൾ ഈ മാർക്കറ്റിലൂടെ നടന്ന്, പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലാത്ത ഞങ്ങളെപ്പോലെ തന്നെയായിരുന്നു ആ മാർക്കറ്റിലൂടെ നടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. ഈ ഗാങ്ടോക്കിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ മെയ് മാസം എന്ന് പറയുന്നത് തണുപ്പ് കുറഞ്ഞൊരു കാലമാണ്. പകൽ പരമാവധി 18 ഡിഗ്രി വരെയും രാത്രി ഒരു 12 ഡിഗ്രി വരെയും ടെമ്പറേച്ചർ എത്തും. സിക്കിമിൻ്റെ തലസ്ഥാനവും സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവുമാണ് ഈ ഗാങ്ടോക്ക്. 5410 അടി ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബൂട്ടിയ, ലെപ്ച, ഗൂർഖ എന്നീ വിഭാഗത്തിലുള്ളവരാണ് ഈ നഗരത്തിലെ 100,000 ആളുകളും. 1840 യൻഛെ മൊണാസ്ട്രി നിർമ്മിച്ചതോടെ ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. പിന്നീട് 1894 അന്നത്തെ രാജാവ് തുറ്റോബ് നാംഗ്യാൽ ചോഗൽ രാജാവ് രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗാങ്ടോക്കിലേക്ക് മാറ്റി. 20-ാം നൂറ്റാണ്ടിൽ കൽക്കട്ടയിൽ നിന്ന് ലാസയിലേക്കുള്ള വ്യാപാര പാതയിലെ ഒരു പ്രധാന നഗരമായിട്ടിത് മാറി. 1947 ശേഷം സിക്കിം രാജ്യത്തിൻ്റെയും സിക്കിം ഇന്ത്യയിൽ ലയിച്ചതിന് ശേഷം സിക്കിം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി ഈ നഗരം തുടരുന്നു. മാർക്കറ്റിൻ്റെ പകുതിയോളം ദൂരം ഞങ്ങൾ നടന്നതിന് ശേഷം തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. ആ ദൂരവും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് ഏതാണ്ട് 7:40 ഞങ്ങൾ റൂമിലെത്തി. അപ്പോഴേക്കും നഗരത്തിലെ ലൈറ്റുകൾ ഇട്ട കാഴ്ച റൂമിൽ നിന്ന് കാണുന്നത് ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. മെയ് 14-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 2-ാം ദിവസം. ഇന്ന് ഞങ്ങൾ നോർത്ത് സിക്കിമിലെ ലച്ചൂങ് നഗരം വരെ യാത്ര ചെയ്യും. രാവിലെ 9 മണിക്ക് തന്നെ ഞങ്ങളുടെ വണ്ടി എത്തി. ഒരു സൈലോ കാറാണ്. ആദ്യം ഞങ്ങൾ കുറേ സമയം നഗരത്തിലൂടെ യാത്ര ചെയ്ത് മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന വനപ്രദേശങ്ങൾ പോലെയുള്ള ഭാഗത്തു കൂടിയായി യാത്ര. ഒരു സൈഡിൽ കൊക്ക, മറു സൈഡിൽ വലിയ പാറക്കെട്ടുകൾ. ഇവ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് ശരിക്ക് ഇന്ന് മുഴുവനും. പല സ്ഥലങ്ങളിലും ബുദ്ധ സ്തൂപങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണാം.
ഈ യാത്രയിലുടനീളം നമ്മൾ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളും പ്രെയർ ഫ്ലാഗുകളും ഒക്കെ കാണുന്നുണ്ടെങ്കിലും സിക്കിം ഒരു ബുദ്ധമത മെജോറിറ്റി സ്റ്റേറ്റ് അല്ല. ഇവിടെ 58% ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ്. 27% ആളുകളാണ് ബുദ്ധമതക്കാരുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ലയിക്കുന്നതിന് മുൻപ് ചോഗൽ രാജാക്കന്മാരുടെ കീഴിൽ ഒരു ബുദ്ധിസ്റ്റ് രാഷ്ട്രമായിരുന്നു സിക്കിം. എന്നാൽ ഇന്നും നോർത്ത് സിക്കിം എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് മെജോറിറ്റി ജില്ലയാണ്. നോർത്ത് സിക്കിമിലേക്കുള്ള ഈ വഴിയിലുള്ള നിരവധിയായ അരുവികൾക്കെല്ലാം മുകളിൽ ബെയിലി പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പാലങ്ങളുടെ ഇരു സൈഡിലും ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകൾ പല നിറങ്ങളിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നു. ഇത് കാണുക എന്നുള്ളത് തന്നെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ നോർത്ത് സിക്കിമിലേക്കുള്ള ഒരു പ്രവേശന കവാടമായ ഒരു പാലത്തിൻ്റെ അടുത്ത് നിർത്തി. ആ പാലത്തിൽ നിന്ന് ഞങ്ങൾ കുറേയധികം ഫോട്ടോകളൊക്കെ എടുത്ത് കുറച്ച് സമയം ചെലവഴിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ഇന്നത്തെ യാത്ര മുഴുവൻ നോർത്ത് സിക്കിമിലൂടെയാണ് നടത്തുന്നത്. മിക്കവാറും സ്ഥലങ്ങളിലും കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലെ ഏതോ ഒരു ചെറിയ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അതിനുള്ളൊരു അപവാദം എന്ന് പറയുന്നത് വഴിയോരങ്ങളിലെ ഈ പ്രെയർ ഫ്ലാഗുകൾ തന്നെയാണ്. എല്ലാ ഗ്രാമങ്ങളിലും മറ്റ് കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലാഗുകൾ ധാരാളം നമുക്ക് കാണാം. ഒരു പക്ഷേ ലഡാക്കിൽ കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഫ്ലാഗുകൾ ഇവിടെ നമുക്ക് കാണാം. 10:15 ഞങ്ങൾ 7 സിസ്റ്റർ ഫാൾസ് എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. 2 തട്ടുകളുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിന് 7 തട്ടുകളുണ്ടത്രേ. അതിനാലാണ് 7 സിസ്റ്റർ ഫാൾസ് എന്ന പേര് വന്നത്. എന്തായാലും ധാരാളം ചായക്കടകളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. 11 മണിയോടുകൂടി ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. ബുദ്ധമത പ്രാർത്ഥനകൾക്കുള്ള ഒരു സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പാറയിലെന്തോ നിർമ്മിച്ചിരിക്കുന്നു. അതിന് മുന്നിൽ നല്ല ഒരു മികച്ച താഴ്വര കാഴ്ചയും അകലെ ടീസ്റ്റ നദി ഒഴുകി പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്ന് 11:45 ടിങ്ചിം 0 പോയിൻ്റ് എന്ന സ്ഥലത്തെത്തി. ഭക്ഷണം കഴിക്കുന്നതിനും വണ്ടിക്ക് എണ്ണ അടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ വണ്ടി നിർത്തിയത്. കുറച്ച് സമയം കൂടി മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ടീസ്റ്റ നദി മുറിച്ചു കടന്നു. അവിടെ മികച്ച ഒരു കോൺക്രീറ്റ് പാലമുണ്ടായിരുന്നു. ആ വഴിക്ക് ഒരു ആർമി യൂണിറ്റ് നോർത്ത് സിക്കിമിലേക്ക് ഡ്യൂട്ടി മാറിപ്പോകുന്നതിന് വേണ്ടി തയ്യാറായി റോഡിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. നോർത്ത് സിക്കിമിൻ്റെ ആസ്ഥാനമായ മാൻഗൻ എന്ന സ്ഥലത്ത് വെച്ച് ഈ നോർത്ത് സിക്കിമിലേക്കുള്ള വഴി 2ആയി പിരിഞ്ഞു. രണ്ടും വൺ വേ ആണ്. ഒന്ന് മുകളിലേക്ക് കയറി പോകുന്നതിനും പഴയ ഒരു പ്രധാന വഴി അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മുകളിലേക്ക് കയറുന്നതിനുള്ള റോഡിലൂടെ യാത്ര തിരിച്ചു. ഈ റോഡ് സാങ് കലാം എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ടീസ്റ്റ നദി മുറിച്ചു കടക്കും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ യാത്രാ പെർമിറ്റ് ഹാജരാക്കിയ ശേഷം വേണം യാത്ര തുടരാൻ. ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ഒരു വലിയ ബെയിലി പാലത്തിലൂടെയാണ് നമ്മൾ നദി മുറിച്ചു കടക്കുന്നത്. 2023 പ്രളയത്തിന് ശേഷം പുനഃസ്ഥാപിച്ച ഒരു പാലമാണ് ഇത്. നോർത്ത് സിക്കിമിലേക്കുള്ള റോഡും പ്രളയത്തിൽ തകർന്നിരുന്നു. അതിനാലാണ് ഈ പുതിയ പാതയിലൂടെയുള്ള യാത്രാനുമതി നൽകിയിരിക്കുന്നത്. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ടീസ്റ്റ നദിയുടെ ഒരു പോഷക നദി ഞങ്ങൾ മുറിച്ചു കടന്നു. ഇവിടെ നിന്ന് ചെങ്കുത്തായ ഒരു കയറ്റം കയറാനുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്ര ഹെയർപിൻ ബെൻഡുകളുള്ള ഒരു റോഡ്. ഇത് താഴെ നാം കണ്ട പാലത്തിൻ്റെ ഏതാണ്ട് നേരെ മുകളിലേക്കാണ് കയറ്റം കയറുന്നത്. പുഴയിൽ ആദ്യം നമ്മൾ മുന്നിൽ കണ്ട ഒരു മല മുഴുവനും കയറിയാണ് ഈ വഴിയിലൂടെ നമ്മൾ പോകുക. ഇതിന് മുകളിൽ കയറിയാൽ പിന്നെ ഒരു വലിയ കൊക്കയുടെ സൈഡിലൂടെയുള്ള യാത്രയാണ്. ഭയപ്പെടുത്തുന്ന ഒരു യാത്ര തന്നെയായിരുന്നു അത്. അങ്ങനെ കയറ്റം കയറി കുറച്ച് മുകളിലേക്കെത്തി ഒരു സ്ഥലത്തിറങ്ങി കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ടു. ഈ വഴിയിൽ അധികം വാഹനങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് യാത്ര തുടർന്നു. മറ്റൊരു സ്ഥലത്ത് ചായ കുടിക്കുന്നതിന് വേണ്ടി നിർത്തിയെങ്കിലും അവിടെയുള്ള കടകളൊന്നും തുറന്നിരുന്നില്ല. അങ്ങനെ ഈ ചെറിയ റോഡിലൂടെയുള്ള യാത്ര പല സ്ഥലത്തും പാറകൾക്കടിയിലൂടെയായിരുന്നു. ലഡാക്കിലെ ബറ്റാലിക്കിലൂടെയുള്ള യാത്രയിൽ ഏറിയ പങ്കും ഇത്തരം സ്ഥലങ്ങളിലൂടെയായിരുന്നു. എന്തായാലും ഈ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡായിരുന്നു അത്.
റോഡിന് വീതി കുറവായിരുന്നതിനാൽ വാഹനങ്ങൾക്ക് നിർത്തുവാൻ അനുമതിയില്ല. അങ്ങനെ വാഹനങ്ങൾ വഴിയിൽ നിർത്തുന്നുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വേണ്ടി സൈനികരെയും അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നിർത്തി ഈ മനോഹര കാഴ്ചകൾ കാണുക എന്നുള്ളത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമായിരുന്നു. എങ്കിലും കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഒരു സ്ഥലത്ത് കുറേ കാട്ടുപൂക്കൾ കണ്ട ഒരിടത്ത് നിർത്തി ഈ പൂക്കളുടെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. പൊതുവെ ഈ മെയ് മാസത്തിൽ നോർത്ത് സിക്കിം മുഴുവൻ പൂക്കളുടെ താഴ്വരയായി മാറും. മഞ്ഞു മാറി കാലാവസ്ഥ അനുകൂലമാകുന്നതിനാൽ എല്ലാ ചെടികളും പൂക്കൾ വിരിയാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങളുടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. 2:30 ഞങ്ങൾ തങ് ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ വെച്ചാണ് പഴയ റോഡിലേക്ക് ഈ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത റോഡ് വന്ന് ചേരുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ യാത്രാ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് കടത്തിവിടുകയുള്ളൂ. ഏതാണ്ട് 10-15 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നു ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായി ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി കുറച്ചുകൂടി തിരക്കുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. 3 മണിക്ക് ചുങ്താങ് എന്ന നഗരത്തിനടുത്തുള്ള ഒരു ഹൈഡ്രോ പവർ സ്റ്റേഷൻ്റെ അടുത്ത് നിർത്തി. പക്ഷേ അവിടെ അങ്ങനെ ഒരു പവർ സ്റ്റേഷൻ ഇപ്പോൾ ഇല്ല. 2023 ഒക്ടോബറിലെ പ്രളയത്തിൽ ഇവിടുത്തെ ഈ പവർ സ്റ്റേഷൻ ഒലിച്ചു പോവുകയാണ് ചെയ്തത്. ബാക്കിയുള്ള ഡാമിൻ്റെ ഭാഗത്ത് ഒരു വലിയ കല്ല് ഇടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പ്രളയത്തിൻ്റെ ഭീകരത മനസ്സിലാക്കി തരുന്ന ഒരു കല്ലായിരുന്നു അത്. പ്രകൃതിയുടെ കരുത്തിന് മുന്നിൽ മനുഷ്യൻ്റെ കരുത്ത് എത്ര നിസ്സാരമെന്ന് ചിന്തിച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. 2023 ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശം അനുഭവിച്ച നഗരങ്ങളിലൊന്നാണ് ചുങ്താങ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ 8 മാസം കഴിഞ്ഞ് ഇപ്പോഴും നമുക്ക് കാണാമായിരുന്നു. നോർത്ത് സിക്കിമിലെ മലയുടെ മുകളിലുള്ള സൗത്ത് ലോനാക് ലേക്ക് എന്ന ഒരു ഗ്ലേഷ്യർ തടാകം തകർന്നാണ് ഈ 2023 പ്രളയം ഉണ്ടാകുന്നത്. ഈ ലോനാക് ലേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1977 സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ച് ഏതാണ്ട് 42 ഏക്കർ മാത്രം വലിപ്പമുണ്ടായിരുന്ന ഒരു ചെറിയ തടാകമായിരുന്നു അത്. എന്നാൽ 2008 ആയപ്പോഴേക്കും അത് ഏതാണ്ട് 247 ഏക്കർ വലിപ്പമുള്ള ഒരു തടാകമായി മാറി. 2023 സെപ്റ്റംബർ ആയപ്പോഴേക്കും അത് വീണ്ടും വളർന്ന് 414 ഏക്കർ വിസ്തീർണമുള്ള ഒരു തടാകമായിട്ടത് മാറി. സാധാരണ മഞ്ഞുരുകി രൂപപ്പെടുന്നതാണ് ഇങ്ങനെയുള്ള ഗ്ലേഷ്യർ തടാകങ്ങൾ. അവയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവ വളർന്നു വരുന്നതിനനുസരിച്ച് ഏതു സമയവും പൊട്ടാകുന്ന ഒരു വാട്ടർ ബോംബ് പോലെ തന്നെയാണ്. 2023 അവിടെ ഒരു മേഘവിസ്ഫോടനം കൂടി ഉണ്ടായതോടെ ഈ തടാകം തകർന്നു. അങ്ങനെയാണ് ഈ പ്രളയം ഉണ്ടാകുന്നത്. നേരത്തെ കണ്ട ഡാം തുറക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തുറക്കാനെത്തിയപ്പോഴേക്ക് പ്രളയജലം എത്തിക്കഴിഞ്ഞിരുന്നു. സിക്കിമിൽ മാത്രമല്ല, താഴെ ബംഗാളിലും പിന്നെ ബംഗ്ലാദേശിലുമൊക്കെ ഈ പ്രളയം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ടീസ്റ്റ നദിയിൽ ഏതാണ്ട് 6.5 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നു എന്നാണ് കണക്കാക്കുന്നത്. സിക്കിമിൽ മാത്രം ഏതാണ്ട് 90-നും 100-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടു. പ്രളയത്തിന് ശേഷം ലോനാക് ലേക്കിൻ്റെ വിസ്തീർണം 247 ഏക്കറായി ചുരുങ്ങി. ഈ പ്രളയത്തിൻ്റെ കഥകളൊക്കെ കേട്ട് 3:40 ഭീം നാല ഫാൾസ് എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ബച്ചൻ ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതിന് മുന്നിൽ ഡാൻസ് കളിച്ചു എന്നതിനാലാണ് ഈ വാട്ടർഫാൾസിന് അങ്ങനെ ഒരു പേര് വന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. അവിടെ റോഡ് സൈഡ് നിറയെ സ്ട്രോബെറി ചെടികൾ, അവയുടെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിരുന്നു. 4:15 ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ലച്ചോങ് നഗരത്തിലെത്തി. ഈ നോർത്ത് സിക്കിമിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഇവിടെ. അവിടെ കാൽഡൻ റെസിഡൻസി എന്നൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസത്തിനായി എത്തിയത്. ഈ ഹോം സ്റ്റേയുടെ മുന്നിലായി വലിയ മലയിൽ നിന്ന് വരുന്ന ഒരു വലിയ വെള്ളച്ചാട്ടം മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ ഹോട്ടലിൻ്റെ മുകളിൽ കയറിയാൽ ലച്ചോങ് നഗരം മുഴുവനും നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വെറുതെ നഗരത്തിലൂടെ ഒന്ന് നടക്കാനിറങ്ങി. കാട്ടുപൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്നു. പല നിറത്തിലുള്ള ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകൾ പാറിക്കളിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ നടന്ന്
ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലെത്തി. തിരിച്ച് വീണ്ടും റോഡിലൂടെയുള്ള ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. പഴയ വീടുകളൊക്കെ മരപ്പലകൾ അടിച്ച് നിർമ്മിച്ച ചുവരുകളോടുകൂടി ഉള്ളതായിരുന്നു. അവയിൽ ചിലതൊക്കെ നിറങ്ങളടിച്ച് ഭംഗിയാക്കിയവയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലൂടെ കുറച്ചധികം സമയം നടന്ന് ക്ഷീണിച്ചപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങിപ്പോന്നു. മെയ് 15-ാം തീയതി ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസം. ഇന്ന് ഞങ്ങൾ യുംതാങ് വാലി വഴി 0 പോയിൻറ്റിൽ പോയി തിരികെ ഗാങ്ടോക്കിലേക്ക് എത്തും. രാവിലെ എഴുന്നേറ്റ് അന്തരീക്ഷം വളരെ ക്ലിയറായിരുന്നു. അതിനാൽ ഹോട്ടലിൻ്റെ മുകളിൽ കയറി നിന്നുള്ള കാഴ്ചകൾ മികച്ചത് തന്നെയായിരുന്നു. അകലെ മഞ്ഞ് തൊപ്പി അണിഞ്ഞ മലകൾ, താഴെ ലച്ചുങ് നഗരത്തിൻ്റെ കാഴ്ചകൾ, മറുഭാഗത്ത് ഇന്നലെ കണ്ട വലിയ വെള്ളച്ചാട്ടം, അതുപോലെ ഇന്നലെ കയറി വന്ന താഴ്വരയുടെ കാഴ്ചകൾ. പിന്നെ ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു ഈ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ലച്ചുങ് എന്ന നഗരം 9842 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. ടിബറ്റ് ചൈന പിടിച്ചെടുക്കുന്നത് വരെ ടിബറ്റിലേക്കുള്ള വ്യാപാരപാതയിലെ ഒരു പ്രധാന ഇടത്താവളമായിരുന്നു ഈ നഗരം. ലച്ചുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ പാസ് എന്നാണ് അർത്ഥം. ടീസ്റ്റ നദിയുടെ ഒരു പോഷക നദി ഈ ലച്ചുങ്ങിലൂടെയാണ് ഒഴുകുന്നത്. ആ നദിയുടെ പേരും ലച്ചുങ് നദി എന്ന് തന്നെയാണ്. ഇന്ന് യുംതാങ് വാലിയുടെ ഒരു പ്രവേശന കവാടം എന്ന നിലയിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ബൊട്ടാണിസ്റ്റായ ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ അദ്ദേഹത്തിൻ്റെ ദ ഹിമാലയൻ ജേണൽ എന്ന 1855 പുസ്തകത്തിൽ വിവരിക്കുന്നത് സിക്കിമിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമാണ് ഈ ലച്ചുങ് എന്നാണ്. മെയ് മാസത്തിൽ ഇവിടെ ശരാശരി 17 മുതൽ 7 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. രാവിലെ 7:30 ഞങ്ങൾ ഭക്ഷണം കഴിച്ച് യുംതാങ് വാലിയിലേക്ക് യാത്ര തിരിച്ചു. കുറച്ച് സമയം കൂടി ലച്ചുങ് ഗ്രാമത്തിലൂടെ യാത്ര ചെയ്താണ് യുംതാങ്ങിലേക്ക് പോവേണ്ടത്. സൈനിക ക്യാമ്പുകളും മറ്റും കടന്ന് കയറ്റം ആരംഭിച്ചു. എതിരെ നടന്നു വരുന്ന സൈനികർക്ക് ഹായ് പറഞ്ഞ് ഞങ്ങൾ കയറ്റം കയറാൻ തുടങ്ങി. കയറ്റം കയറും തോറും കാഴ്ചകൾ മനോഹരമായി മാറിക്കൊണ്ടിരുന്നു. അന്തരീക്ഷം ക്ലിയർ ആയതിനുകൊണ്ട് തന്നെ ചുറ്റുമുള്ള മലനിരകളുടെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അങ്ങനെ കയറ്റം കയറി കുറേ ദൂരം എത്തിയപ്പോഴേക്കും റോഡ് സൈഡ് നിറയെ റോഡോഡെൻഡ്രോൺ ചെടികൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ചെടികളിലും ചുവപ്പ് പൂക്കളാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നിർത്താൻ ഞങ്ങളുടെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം മനോഹരമായ പൂക്കളുള്ള ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, റോസ്, വെള്ള, വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. ഇത്തരം റോഡോഡെൻഡ്രോൺ ചെടികളാണ് യുംതാങ് വാലിനെ ഒരു വാലി ഓഫ് ഫ്ലവറാക്കി മാറ്റുന്നത്. അതല്ലെങ്കിൽ ഈ താഴ്വരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ പൂക്കളാണ്. ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. യുംതാങ് വാലിയിലൂടെ ടീസ്റ്റ നദിയുടെ പോഷക നദിയായ ലച്ചുങ് നദിയോട് ചേർന്നാണ് ഞങ്ങളുടെ യാത്ര. മുന്നോട്ട് കയറ്റം കയറും തോറും മരങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പൈൻ മരങ്ങളുടെ നടുവിലൂടെയായി ഞങ്ങളുടെ യാത്ര. ഈ പൈൻമര കാടിനിടയിലും റോഡോഡെൻഡ്രോൺ ചെടികൾ പൂക്കളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ചെടികളുടെ ഇലകൾക്ക് കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ പല സ്ഥലത്തും ഉരുള് പൊട്ടി വന്ന് പാറയും മണ്ണുമൊക്കെയായി കിടക്കുന്ന ഈ അരുവി ക്രോസ് ചെയ്താണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ ഈ യുംതാങ് താഴ്വരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ധാരാളം കടകൊക്കെ ഉണ്ടായിരുന്നു. അത് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ മരങ്ങളൊന്നുമില്ലാത്ത പച്ചപ്പുൽ താഴ്വര നമുക്ക് കാണാമായിരുന്നു. അതിൻ്റെ നടുവിലൂടെ ഈ ലച്ചുങ് നദി ഒഴുകുന്നുണ്ട്. ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു അത്. ഇതിനെയാണ് യുംതാങ് താഴ്വര എന്ന് ടൂറിസ്റ്റുകൾ പരിഗണിക്കുന്നത്. ഞങ്ങളവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ 0 പോയിൻറ്റിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. കാരണം വൈകും തോറും കാലാവസ്ഥ മോശമാകും, കാഴ്ചകൾ നഷ്ടമാകും. തന്നെയല്ല, രാവിലെ മുകളിലേക്ക് കയറിയ വാഹനങ്ങളെല്ലാം ഈ ചെറിയ വഴിയിലൂടെ തിരിച്ചിറങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ട്രാഫിക് ജാമിൽ കുടുങ്ങുന്നതിനും ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മുകളിലേക്ക് കയറാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത്. അങ്ങനെ യാത്ര തുടർന്ന് ഒരു ചെറിയ ഗ്രാമത്തിലെ 0 പോയിൻറ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. ഇനി വളരെ വലിയ കയറ്റങ്ങളാണ്.
ഈ കയറ്റം കയറും തോറും ഒരു സൈഡിൽ യുംതാങ് വാലിയുടെ മനോഹര കാഴ്ചയും മറു സൈഡിൽ നമുക്ക് കയറാനുള്ള റോഡുകളും അല്ലെങ്കിൽ കയറ്റവും നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ മഞ്ഞു പുതച്ച ഈ മലനിരകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. ഈ കയറ്റം കയറുന്നത് ചെറിയ ഒരു റോഡിലൂടെയാണ്. പക്ഷേ മിക്കവാറും ഈ റോഡൊക്കെ ടാർ ചെയ്ത് നന്നാക്കിയ വഴി തന്നെയാണ്. ഈ കയറ്റം കയറി 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 അങ്ങനെ മുകളിലേക്ക് എത്തിയപ്പോൾ മരങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാലത്തിലൂടെ ഞങ്ങൾ ഈ ലച്ചുങ് നദി മുറിച്ചു കടന്ന് മുന്നോട്ട് യാത്ര തുടർന്നു. അതോടുകൂടി പച്ച പുല്ലു മാത്രം നിറഞ്ഞ ഒരു പുതിയ താഴ്വരയിലൂടെയായി ഞങ്ങളുടെ യാത്ര. മരങ്ങളൊന്നുമില്ലാത്ത ഈ താഴ്വര നമ്മൾ അപ്പർ ഹിമാലയൻ റേഞ്ചിലെത്തിയതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ഈ താഴ്വരയും കടന്ന് മുന്നോട്ട് കയറിയപ്പോൾ നമ്മൾ മറ്റൊരു താഴ്വരയിലേക്കെത്തി. മഞ്ഞുമലയുടെ തൊട്ട് ചുവട്ടിൽ ഒരു അരുവിയുടെ ഓരം ചേർന്ന് ഉള്ള ഒരു താഴ്വര. ഈ താഴ്വരേനെയാണ് 0 പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡിൽ നമ്മൾ 16,000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നാണെങ്കിലും ശരിക്കിത് 15,300 അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണിത്. ചൈന അതിർത്തിയോട് ചേർന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അനുമതിയില്ല. ഒരു കാലത്ത് തിബറ്റിലെ ലാസായിലേക്കുള്ള വ്യാപാരപാത ഈ മനോഹര താഴ്വരയിലൂടെയാണ് കടന്നുപോയിരുന്നത്. എല്ലാ കാലത്തും മഞ്ഞ് കാണുന്നതിനുള്ള സിക്കിമിലെ ഒരു സ്ഥലം എന്ന നിലയിലാണ് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഈ പ്രദേശത്തേക്ക് ഉള്ളത്. ഇന്നും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ഈ മഞ്ഞിലിറങ്ങി മഞ്ഞ് വാരി എറിഞ്ഞൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഇവിടെയുള്ളത് ഫ്രഷ് സ്നോ ഒന്നുമല്ല, കട്ടിയായി കിടക്കുന്ന മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാരി കളിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായൊരു കാര്യമായിരുന്നു. ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് കയറി ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും താഴേക്ക് ഇറങ്ങി ഈ അരുവിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ മരപ്പാലം മുറിച്ച് കിടന്ന് വന്നപ്പോഴാണ് ചെറിയൊരു വെയിലുണ്ടായിരുന്നു. ഈ വെയിലത്ത് നിലത്ത് നിന്നിങ്ങനെ ആവി പറക്കുന്നത് കണ്ടത്. അതൊരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ തണുപ്പകറ്റി. നാടൻ മദ്യം മുതൽ വിദേശ മദ്യം വരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെറിയ പെട്ടിക്കടകളാണ് ഈ കടകളൊക്കെ തന്നെ. മദ്യം കഴിച്ച് തണുപ്പകറ്റാൻ താല്പര്യമുള്ളവർക്കുള്ളതാണ് അതൊക്കെ. 11:10 ഞങ്ങൾ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ആദ്യമൊക്കെ കുറേ സമയം ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പെട്ട് കിടന്നു. അങ്ങനെ ഈ ബ്ലോക്കുള്ള വഴികൾ കടന്ന് മഞ്ഞുമലകൾ കടന്ന് ഞങ്ങൾ ഇറക്കം ആരംഭിച്ചു. നേരത്തെ കണ്ട പുൽ മൈതാനത്തെത്തിയപ്പോഴേ അവിടെ നിറയെ യാക്കുകൾ മേയുന്നുണ്ടായിരുന്നു. വീണ്ടും താഴേക്ക് ഇറങ്ങിയപ്പോൾ മുന്നിൽ മനോഹരമായ യുംതാങ് താഴ്വര നമുക്ക് കാണാമായിരുന്നു. കുറേ സമയം ഇറങ്ങി വന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ യുംതാങ് വാലിയുടെ കാഴ്ച ലഭ്യമാകുന്ന ഒരു വ്യൂ പോയിന്റിൽ നിർത്തി ഞങ്ങൾ കാഴ്ചകൾ കണ്ടു. മഞ്ഞു തൊപ്പിയണിഞ്ഞ മലകൾക്കിടയിലുള്ള ഒരു ഇടുങ്ങിയ താഴ്വരയാണ് ഇത്. ലച്ചുങ് നദി ഈ താഴ്വരയുടെ നടുവിലൂടെ ഒഴുകുന്നു. താഴ്വരയിലേക്കുള്ള വഴി വളഞ്ഞ് പൊളഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോകളെടുത്ത് ഞങ്ങൾ താഴേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. വഴിനീളെ നിലത്ത് നിന്ന് അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഒരു വയലറ്റ് നിറത്തിലുള്ള പൂവ് കാണുന്നതിന് വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. മനോഹരമായൊരു ചെറിയ പൂവാണ് അത്. അതിൻ്റെ പേര് ഡ്രംസ്റ്റിക് പ്രിംറോസ് എന്നാണ്. പൊതുവെ വളരെ ഉയരമുള്ള ഹിമാലയൻ മലനിരകളിൽ മാത്രം കാണുന്ന ഒരുതരം പൂവാണ് അത്. യുംതാങ് വാലിയിലെ പുൽമൈതാനത്തും ഈ പൂവാണ് നിറയെ വളരുന്നത്. കുറച്ച് സമയം പൂക്കളോടൊപ്പം ചെലവഴിച്ച് ഞങ്ങൾ യുംതാങ് താഴ്വരയിലെ പുൽമേട്ടിലേക്കുള്ള യാത്ര തുടർന്നു. 12:30 ഞങ്ങൾ യുംതാങ് വാലിയിലെ പുൽമേട്ടിലെത്തി. ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക സമയം നടന്ന് കാണുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പുൽമേട് നിറയെ യാക്കുകൾ മേയുന്നുണ്ടായിരുന്നു. കുറേയധികം യാക്കുകളെ അവിടെ കാണാമായിരുന്നു. ഈ യാക്കുകളുടെ ഒപ്പം നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് പല യാക്കുകൾക്കും ഇഷ്ടമില്ലായിരുന്നു. മഴ കൊണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ നടന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. ബുദ്ധിസ്റ്റ് പ്രെയർ ഫ്ലാഗുകളുടെ ഇടയിൽ നിന്ന് ഉള്ള ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഈ പുൽമേടിന് നടുവിലൂടെ ഒഴുകുന്ന ലച്ചുങ് നദിക്കരയിലേക്ക് ഞങ്ങൾ നടന്നു. അവിടെ യാക്ക് സവാരിക്ക് വേണ്ടി ഒരു യാക്കിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സവാരിക്കൊന്നും പോയില്ല.
അതിന് മുകളിൽ കയറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നദിയിലേക്ക് ഇറങ്ങി. മഞ്ഞിൻ്റെ തണുപ്പുള്ള വെള്ളം ഒഴുകുന്ന ഒരു നദി. അതിൻ്റെ കരയിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് നടന്നു. ഈ യുംതാങ് താഴ്വരയാകെ നമ്മൾ നേരത്തെ പറഞ്ഞ വയലറ്റ് നിറത്തിലുള്ള ഡ്രംസ്റ്റിക് പ്രിംറോസ് പൂക്കളാണ് ഉള്ളത്. പക്ഷേ അത് മുഴുവൻ ഇവിടെ ഈ മേയുന്ന യാക്കുകൾ തിന്നു നിർത്തും. ആ ഒരു മനോഹര കാഴ്ച നമുക്ക് നഷ്ടമായിരിക്കുന്നു. എന്തായാലും ആ ഒരു കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ ചെറിയൊരു വിഷമത്തിൽ ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര തുടർന്നു. കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ വലിയൊരു യാക്കിൻ കൂട്ടവുമായിട്ട് ഇടയന്മാർ വരുന്നുണ്ടായിരുന്നു. അവയെ മറികടന്ന് ഞങ്ങൾ ലച്ചോങ്ങിലേക്കുള്ള യാത്ര തുടർന്നു. കൂടുതൽ റോഡോഡെൻഡ്രോൺ പൂക്കളുള്ള ഒരു സ്ഥലത്ത് നിർത്തി കുറച്ചുകൂടി ഫോട്ടോകളൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാ മരങ്ങളിലും നിറയെ പൂക്കളുണ്ട്. സിക്കിം സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ട്രീ ആയിട്ടാണ് ഈ റോഡോഡെൻഡ്രോൺ ചെടി അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലച്ചുങ് നഗരത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഞങ്ങൾ 2 മണിയോടുകൂടി ഹോട്ടലിലെത്തി. ഉച്ചഭക്ഷണം കഴിച്ച് 3 മണിയോടുകൂടി ഞങ്ങൾ ഗാങ്ടോക്കിലേക്കുള്ള ഞങ്ങളുടെ മടക്ക യാത്ര ആരംഭിച്ചു. തനി നാടൻ സിക്കിം ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര വളരെ ഭംഗിയുള്ള ഒന്നായിരുന്നു. ചെറിയ കൃഷിയിടങ്ങളും വീടുകളും ചെറിയ കല്ലുകൾ പെറുക്കി അടുക്കി വെച്ചിട്ടുള്ള മതിലും ഒക്കെയായിട്ട് ഒരു പ്രത്യേക വഴിയോര കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു യാത്രയിൽ നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ട ഭീംനാല ഫാൾസ് വണ്ടിയിലിരുന്ന് കാണുക വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് തങ് ചെക്ക് പോസ്റ്റിൽ നിന്ന് മറ്റൊരു വഴിക്കാണ് തിരിച്ച് യാത്ര തുടർന്നത്. പുതുതായി നിർമ്മിച്ച ഒരു ടണലും മറ്റുമൊക്കെ കടന്നു വന്നപ്പോൾ 2023 പ്രളയത്തിൻ്റെ ബാക്കി പത്രം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ പ്രളയത്തിൽ തകർന്നു പോയ ഒരു പാലത്തിന് പകരം നിർമ്മിച്ച ഒരു ചെറിയ മരപ്പാലത്തിലൂടെയാണ് ഞങ്ങൾ പുഴ മുറിച്ചു കടന്നത്. ആ പാലത്തിൻ്റെ അടിയിലൂടെ ടീസ്റ്റ നദി അതിവേഗത്തിൽ താഴേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നാഗ് ഫാൾസിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ചെറിയൊരു ട്രാഫിക് ജാമിലൊക്കെ കുടുങ്ങിയെങ്കിലും 8:15 ഞങ്ങൾ ഗാങ്ടോക്കിലെ മെയിൽ ലയാങ് റെസിഡൻസിയിലെത്തി. മെയ് 16 ഞങ്ങളുടെ യാത്രയുടെ 4-ാം ദിവസം. ഇന്ന് ഞങ്ങൾ ഇന്ത്യ ചൈന അതിർത്തിയായ നാഥുല സന്ദർശിച്ച് പഴയ സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാന ഗ്രാമമായിരുന്ന സുലുക്ക് എന്ന സ്ഥലത്ത് ചെന്ന് താമസിക്കണം. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയ എന്തോ കേടുപാട് തീർത്ത് വണ്ടി എത്തിയപ്പോഴേക്കും 9:15 പുറപ്പെടാൻ കുറച്ച് വൈകിയതിനാൽ ഒരു ഷോർട്ട് കട്ട് എടുക്കാൻ ഞങ്ങളുടെ ഡ്രൈവർ മോണി ശ്രമിച്ചെങ്കിലും അത് ട്രാഫിക് ജാമിൽ കുടുങ്ങാനായിരുന്നു യോഗം. അങ്ങനെ എംചെ മൊണാസ്ട്രിയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പ്രധാന പാതയിലൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. അതിനാൽ ഗാങ്ടോക്ക് നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് ഞങ്ങൾക്ക് അവസരം കിട്ടി. നഗരം പിന്നിട്ട് ചെക്ക് പോസ്റ്റിലെത്താറായപ്പോഴേക്കും അവിടെ ബ്ലോക്ക് തന്നെയായിരുന്നു. അങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ വിൽപ്പനക്കാരുടെ ഒരു തിരക്കായിരുന്നു. നാഥുല പാസിൽ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസമുട്ടലോ ക്ഷീണമോ മറ്റൊക്കെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. 0 പോയിന്റിൽ കയറുന്നതിന് മുൻപ് എല്ലാ വാഹനത്തിലും ഇതുപോലെ ഒന്ന് നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവറുടെ കൈവശം ഒന്നുണ്ടായിരുന്നതിനാൽ ഞങ്ങളത് അന്ന് വാങ്ങേണ്ടി വന്നില്ല. ഇവിടെയും ഞങ്ങൾ 500 രൂപ കളയാൻ തയ്യാറായിരുന്നില്ല. തന്നെയുമല്ല, ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഡയമോക്സ് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പതിയെ കയറ്റം കയറാൻ തുടങ്ങി. അത്യാവശ്യം വീതിയുള്ള ഒരു 2 ലൈൻ റോഡാണ് ഇത്. ജവഹർലാൽ നെഹ്റു റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ റോഡ് മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയാണ്. ഈ വഴികൾക്ക് അതിരായി പ്രയർ ഫ്ലാഗുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കയറ്റം കയറി കൊണ്ടേയിരുന്നു. അങ്ങനെ കയറ്റം കയറി ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും മൂടൽമഞ്ഞ് കാരണം താഴ്വര കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാനാവാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിലുള്ള മിക്കവാറും വ്യൂ പോയിന്റുകളിലൊന്നും ഞങ്ങൾ വണ്ടി നിർത്താതെ യാത്ര തുടരുകയാണ് ചെയ്തത്.
മുകളിലേക്ക് കയറും തോറും മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. നന്നായി പരിപാലിക്കുന്ന ഒരു മികച്ച പാതയാണ് ഇത്. പൊതുവെ ടൂറിസ്റ്റുകളാണ് ഈ റോഡ് നിറയെ ഉള്ളത്. ആർമി മൂവ്മെൻറ്റ് സൗകര്യമാക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പാതയാണ് ഇത്. ഗാംഗ്ടോക്കിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും നാഥുല ചുരം സന്ദർശിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റോഡ് അത്യാവശ്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശരിക്കും യുംതാങ് വാലിയിലേക്കൊന്നും ഇതിൻ്റെ 4 ആളുകൾ പോലും പോകുന്നില്ല എന്നാണ് മനസ്സിലായത്. 11:10 കൂടി റോഡരികിലുള്ള ഒരു ചെറിയ വാട്ടർഫാൾസ്, മന്ദാകിനി ഫാൾസ് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ നിർത്തി. കാഴ്ചകളൊക്കെ കണ്ടു. നല്ല തെളിഞ്ഞ വെള്ളം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ യാത്ര തുടർന്നു. മുന്നോട്ട് മാറി ഒരു ചെറിയ ടൗണിൽ കൈനോങ്സ്ല എന്ന സ്ഥലത്ത് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു. അവിടെ ഒരു ഷോപ്പ് നമ്പർ 34 എന്നുള്ളൊരു കടയിൽ കയറി രമേശ് മാഷിന് ഒരു ജാക്കറ്റൊക്കെ വാങ്ങിയായിരുന്നു ഞങ്ങളുടെ യാത്ര തുടർന്നത്. 12 മണിയോടെ സോങ്മോ എന്ന് പറയുന്ന ലേക്കിലേക്ക് ഞങ്ങളെത്തി. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഭംഗിയൊന്നുമില്ലാത്ത ഒരു തടാകമാണ് ഇത്. ഇവിടെ ധാരാളം യാക്കുകളുണ്ട്. അവയുടെ പുറത്ത് കയറി അതിൻ്റെ കൊമ്പിലൊക്കെ പിടിച്ചൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. ഈ തടാകത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു നീല കളർ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു. തന്നെയല്ല, ഒരു മഴക്കാറുണ്ടായിരുന്നത് കൊണ്ട് പൊതുവെ ഒരു ഇരുണ്ട കളറിലാണ് ഞങ്ങൾക്ക് ഈ തടാകം കാണാൻ കഴിഞ്ഞത്. ഇവിടെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. കാരണം 2 മണി വരെ നാഥുല ബോർഡർ ഏരിയയിൽ നമുക്ക് പ്രവേശനമുള്ളൂ. തന്നെയല്ല, റോഡ് നിറയെ നല്ല തിരക്കുമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റം കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു. തീരെ മരങ്ങളോ ചെടികളോ ഇല്ലാത്ത ഒരു പ്രദേശത്തു കൂടിയായി പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര. കയറ്റം കയറി ചെല്ലുന്തോറും കോട നിറഞ്ഞ താഴ്വര കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. യാത്രയിൽ പല സ്ഥലത്തും ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി. അവസാനം 1:15 ഞങ്ങൾ നാഥുല പാസിലെത്തി. അവിടെ എത്തുന്നതിന് മുൻപ് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. കാരണം അതുപോലെ ഒരു തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ നാഥുല പാസിലും ടൂറിസ്റ്റുകളുടെ അതിഭീകരമായൊരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഈ നാഥുല പാസിൻ്റെ ഒരു സൈൻ ബോർഡിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ ഞങ്ങൾ 1:30 നാഥുല പാസിൻ്റെ സന്ദർശകർക്ക് അനുമതിയുള്ള ഒരു സ്ഥലത്തെത്തി. മഴയും തിരക്കും ഒക്കെ കാരണം അവിടെ അധിക സമയം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇന്ത്യയുടെയും ചൈനയുടെയും നിർമ്മാണങ്ങൾ തൊട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ അവിടെ പാറുന്നുണ്ടായിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈനികർ ഈ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സന്ദർശകരെ തിരിച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. അതിനാൽ അവിടെ നിന്ന് ഞങ്ങൾ തിരികെ താഴേക്ക് വേഗത്തിൽ തന്നെ പോന്നു. അവിടെ നാഥുല വാർ മെമ്മോറിയൽ സന്ദർശിച്ചു. 1967 അന്ന് സിക്കിം എന്നത് ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് രാജ്യമായിരുന്നു. അന്ന് ഇവിടെ അതിർത്തി കാത്തിരുന്ന ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കാണ് ഈ വാർ മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. ധീരമായി പോരാടിയ ഇന്ത്യൻ സൈന്യം 3 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ തിരികെ പിടിച്ചു. അന്ന് 88 ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ചൈനയ്ക്കാവട്ടെ 340 സൈനികരാണ് നഷ്ടം. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പതിയെ മഞ്ഞു പെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ നാഥുല പാസ് എന്ന് പറയുന്നത് 14,140 അടി ഉയരത്തിലുള്ള ഒരു അന്തർദേശീയ മൗണ്ടെയിൻ പാസ്സാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗേറ്റ് ഈ റോഡിൻ്റെ അറ്റത്താണുള്ളത്. അത് സന്ദർശിക്കാൻ നമുക്ക് അനുമതിയില്ല. അകലെ മലമുകളിൽ ചൈനീസ് സൈനിക ബാരക്കും അവരുടെ വാച്ച് ടവറും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. 2 മണിയോടുകൂടി ഞങ്ങൾ നാഥുല പാസിൽ നിന്ന് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഇനി ഞങ്ങൾ സുലുക്ക് വില്ലേജിലേക്കാണ് യാത്ര ചെയ്യുന്നത്.
അത് ഈ ഗാങ്ടോക്കിലേക്കുള്ള വഴിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഹംഗു ലേക്കിൻ്റെ സൈഡിലൂടെയായിരുന്നു യാത്ര. മഴ കാരണം ഈ ലേക്കിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും കുറച്ച് മുന്നോട്ട് മാറി ശ്രീ ഭോൽനാഥ് ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തി റോഡിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര തുടർന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോൾഫ് കോഴ്സ് ആയിട്ടുള്ള യാക്ക് ഗോൾഫ് കോഴ്സ് ഉള്ളത്. ആ ഗോൾഫ് കോഴ്സിൻ്റെ കാഴ്ചകളും വഴിയിൽ നിന്ന് കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി തൊട്ടടുത്ത ഗ്രാമം കുപ്പുപ്പ് എന്ന ഗ്രാമമാണ്. ഇതൊരു പ്രാചീന ഗ്രാമമാണ്. ഈ ഗ്രാമത്തോട് ചേർന്നാണ് ഈ യാക്ക് ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലും ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അവിടെ നിർത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. വളരെ ചെറിയൊരു ഗ്രാമമാണ് ഈ കുപ്പുപ്പ് എന്ന് പറയുന്നത്. ഈ മഴയിലൂടെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ വലതു ഭാഗത്തായി എലിഫന്റ് ലേക്ക് എന്നറിയപ്പെടുന്ന ബിത്താങ് ലേക്ക് ഞങ്ങൾ കണ്ടു. ഫോട്ടോകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി അവിടെ ഞങ്ങൾ നിർത്തി. ഈ ലേക്കിൻ്റെ ഒരു ഭാഗം ആനയുടെ തല പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എലിഫന്റ് ലേക്ക് എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. മഴയും മൂടൽമഞ്ഞും ഒക്കെ കാരണം ഭംഗിയുള്ള താഴ്വര കാഴ്ചകളൊന്നും കാണാനാവാതെ 2:45 ഞങ്ങൾ ഓൾഡ് ഹർഭജൻ ബാബ മന്ദിറിലെത്തി. ഇവിടെ നിന്നാൽ നഥാങ് വാലി നമുക്ക് കാണാം. അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നതിനാൽ അധികം കാഴ്ചകൾക്കൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ ഹർഭജൻ ബാബ എന്ന് പറയുന്നത് 1968 22-ാം വയസ്സിൽ കൊല്ലപ്പെട്ട ഒരു ഇന്ത്യൻ സൈനികനാണ്. ടുക്കൂല എന്ന് പറയുന്ന മൗണ്ടെയിൻ പാസിനടുത്ത് വെച്ച് ഈ വലിയൊരു കൊക്കയിലേക്ക് വീണാണ് അദ്ദേഹം മരിച്ചത്. മരണശേഷം അദ്ദേഹം സ്വപ്നത്തിൽ സൈനികർക്ക് ശത്രുക്കളുടെ നീക്കങ്ങളും പ്ലാനുകളൊക്കെ അറിയിച്ച് അവരെ സഹായിക്കുന്നുണ്ടത്രേ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ 11 അദ്ദേഹത്തിൻ്റെ വസ്തുക്കളുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമമായിട്ടുള്ള പഞ്ചാബിലെ കുക്കയിലേക്ക് 3 സൈനികരുടെ അകമ്പടിയോടുകൂടി എത്തിക്കാറുണ്ട്. മഴ കാരണം അധികം കാഴ്ചകൾ ഇറങ്ങി നടന്ന് കാണുന്നതിന് അവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന ആർമി ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സുളുക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴയും കോടയും ഒക്കെ കാരണം താഴ്വര കാഴ്ചകളൊന്നും കാണാനാവാതെയുള്ളൊരു യാത്ര തന്നെയായിരുന്നു അത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇറക്കം ആരംഭിച്ചു. മരങ്ങളൊന്നുമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്തു കൂടിയുള്ള യാത്ര. മികച്ച ഒരു 2 വരി പാതയിലൂടെയാണ് നാം ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. ചില ഗ്രാമങ്ങളൊക്കെ അകലെ താഴ്വരയിൽ നമുക്കിങ്ങനെ കാണാമായിരുന്നു. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും കോടമഞ്ഞിലൂടെ ഒരു വലിയ കൊക്കയുടെ സൈഡിലൂടെയുള്ള ഒരു വഴിയായിട്ട് നമ്മുടെ ഈ വഴി മാറി. അപ്പോൾ വഴിയുടെ വീതി തീരെ കുറവായിരുന്നു. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് സുളുക്ക് ഗ്രാമത്തിലെത്തുക. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരം ഇറങ്ങി വിഖ്യാതമായ തമ്പി വ്യൂ പോയിന്റിൽ എത്തി. അവിടെ ഞങ്ങൾ നിർത്തി. കനത്ത മഴയും കോടമഞ്ഞും കാരണം കാഴ്ചകളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. മഴ കുറയുമ്പോൾ കാഴ്ചകൾ ഭംഗിയാകുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളവിടെ കുറച്ച് സമയം കാത്തു നിന്നു. വളരെ വേഗം കോടമഞ്ഞ് മാറി അന്തരീക്ഷം ക്ലിയറായി. താഴേക്കുള്ള കാഴ്ചകൾ ഇവിടെ പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് സുളുക്ക് ഗ്രാമത്തിലേക്കുള്ള ഹെയർപിൻ ബെൻഡ് റോഡാണ്. ഞങ്ങൾ അന്തരീക്ഷം ക്ലിയർ ആയപ്പോൾ അതിൻ്റെ പകുതി വരെയുള്ള കാഴ്ചകൾ ഞങ്ങൾ വ്യക്തമായി കണ്ടു. അന്തരീക്ഷം കൂടുതൽ ക്ലിയർ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അരമണിക്കൂറോളം കാത്തു നിന്നു. ഇവിടെ നിന്നാൽ കാഞ്ചൻജംഗ കൊടുമുടിയും കാണാനാവുമത്രേ. പക്ഷെ ഇന്ന് അന്തരീക്ഷം ക്ലിയർ അല്ലാത്തതിനാൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ ഉണ്ടായില്ല. എന്തായാലും മുഴുവൻ കാഴ്ചകളും കാണാനാവാത്ത വിഷമത്തോടെ ഞങ്ങൾ സുളുക്ക് ഗ്രാമത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. വീതി കുറഞ്ഞ ഹെയർപിൻ ബെൻഡ് റോഡുകൾ മാത്രമുള്ള ഈ റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് 4:45 ഞങ്ങൾ സുളുക്ക് ഗ്രാമത്തിലെത്തി. തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകൾ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെയുള്ള ഷീറ്റ് കൊണ്ട് തന്നെ മറച്ച ഒരു ഹോം സ്റ്റേയിൽ ഞങ്ങളെത്തി.
ഞങ്ങളവിടെ ബാഗൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. ഏതാനും പുതിയ കുറച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിലുള്ളത്. കുറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി റോഡിലൂടെ നടന്നു. ആകെ മൊത്തത്തിലൊരു ഉറങ്ങിയ ഗ്രാമം പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. കോടമഞ്ഞ് കാരണം ചുറ്റുമുള്ള മലകളൊന്നും നമുക്ക് കാണാനാവുന്നില്ല. ഈ ഗ്രാമത്തിലൂടെ ഞങ്ങൾ കുറേ സമയം നടന്നു. ഞങ്ങളുടെ ഡ്രൈവർ മോണി ഒരു കൽക്കൂമ്പാരത്തിന് മുകളിലിരുന്നു. അദ്ദേഹവും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് വളരെ മോശമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള വിളിക്കലൊക്കെ ഒരു ചടങ്ങായിരുന്നു. 9400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഹിമാലയൻ ഗ്രാമമാണ് ഈ സുളുക്ക് എന്ന് പറയുന്നത്. നാട്ടുകാരതിനെ ജുലുക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ടിബറ്റിൻ്റെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കുന്നത് വരെ ജലപ്ല വഴിയുള്ള വ്യാപാരപാതയിലെ ഒരു സുപ്രധാന ഇടത്താവളമായിരുന്നു ഈ ഗ്രാമം. പിന്നീട് ഈ വ്യാപാരപാത ഉപേക്ഷിക്കപ്പെട്ടു. അതിനെ തുടർന്ന് പല വ്യാപാരികളും ഇവിടെ സ്ഥിരതാമസമാക്കി മിക്കവരും ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇന്നിവിടെ 65 വീടും 306 ആളുകളും മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെയുള്ളവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസവും ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ ജോലികളും ആർമിയുടെ പോട്ടർമാരായിട്ടുള്ള ജോലികളൊക്കെ തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കൃഷിക്ക് ഇവിടെ ഒട്ടും അനുയോജ്യമല്ല. ഈ പ്രദേശം മുഴുവൻ BRO വേലി കെട്ടി തിരിച്ചിരിക്കുന്നതിനാൽ കന്നുകാലി വളർത്തലും സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ കഠിന ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ഇത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് ആകെ ഇവിടെ ഉള്ളത് രാവിലെ പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യുന്ന ഷെയർ ടാക്സികൾ മാത്രമാണ്. ഗാങ്ടോക്ക്, കാലിപോങ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഈ സർവീസുകൾ നടത്തുന്നത്. മുതിർന്നവർക്ക് 600 രൂപയും കുട്ടികൾക്ക് 300 രൂപയും എന്നിങ്ങനെയാണ് ഇതിൻ്റെ നിരക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളങ്ങനെ നടന്ന് ഗ്രാമത്തിന് മുകളിലായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് എത്തി. ഇവിടെ നിന്നാൽ ഗ്രാമം മുഴുവനും കാണാം. ഈ സന്ധ്യാസമയത്ത് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയതിനാൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങിപ്പോന്നു. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന്. യാത്രയുടെ 5-ാം ദിവസം മെയ് 17-ാം തീയതി. ഇന്ന് സുളുക്കിലെ കാഴ്ചകൾ കണ്ട് ഡാർജിലിംഗ് വരെ പോയി അവിടുത്തെ കാഴ്ചകളും കണ്ട് വൈകുന്നേരത്തോടുകൂടി ന്യൂ ജയ്പാൽഗുരി റെയിൽവേ സ്റ്റേഷനിലെത്തണം. സുദീർഘമായ യാത്രയുള്ള ഒരു ദിവസമാണ് ഇന്ന്. രാവിലെ 4:30 ഞങ്ങൾ എഴുന്നേറ്റ് 5 മണിക്ക് ഞങ്ങളുടെ ഡ്രൈവർ മോണിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് തമ്പി വ്യൂ പോയിന്റിലേക്കൊരു തിരിച്ചു യാത്രയ്ക്ക് ആലോചിച്ചു. അന്തരീക്ഷം ക്ലിയർ ആയതിനാൽ മികച്ച കാഴ്ചകൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. രാവിലെ ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ, വാഹനത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ 3 വലിയ ആടുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാലേ പേടിയാകുന്ന തരത്തിലുള്ള ഒരുതരം ഹിമാലയൻ ആടുകളായിരുന്നു അത്. ഈ സുളുക്ക് ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം യാത്ര ചെയ്ത് ആണ് ഞങ്ങൾ ഈ തമ്പി വ്യൂ പോയിന്റിലേക്ക് തിരിച്ചെത്തിയത്. പോകുന്ന വഴിയിൽ പല സ്ഥലത്തും നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോകും വഴിയുള്ള താഴ്വര കാഴ്ചകളൊക്കെ അത്യാവശ്യം ഭംഗിയായി തന്നെ നമുക്ക് കാണാമായിരുന്നു. എന്തായാലും പൊതുവെ ഒരു നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുകളിലേക്കുള്ള യാത്ര നടത്തിയത്. മുകളിലെത്തിയപ്പോൾ മോണി അദ്ദേഹം പറഞ്ഞു, ഇന്ന് കാഞ്ചൻജംഗ കാണാം. ശരിയാണ്, അകലെ മേഘം പോലെ കാഞ്ചൻജംഗ പർവ്വതം കാണാമായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കൊടുമുടിയുടെ ശിഖരം കാണാൻ വേണ്ടി ശരിക്കും ശ്രമിക്കുന്നത്. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എണ്ണിയാൽ തീരാത്ത അത്രയും ഹെയർപിൻ ബെൻഡ് റോഡും റോഡിൻ്റെ അറ്റത്ത് സുളുക്ക് ഗ്രാമവും മനോഹരമായി കാണാമായിരുന്നു. ഇപ്പോൾ ഈ തമ്പി വ്യൂ പോയിന്റിൽ സന്ദർശകരായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുളുക്കിലെത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയും ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകളാണ്. കുറേ സമയം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഏതാണ്ട് 40 മിനിറ്റ് സമയം ഞങ്ങളിവിടെ ചെലവഴിച്ചു. അന്തരീക്ഷം ക്ലിയർ ആയിരുന്നുവെങ്കിലും ഏറ്റവും മികച്ച കാഴ്ചകളായിരുന്നില്ല അവിടെ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. മഞ്ഞുകാലത്ത് ഈ പാതയെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കും. മഴക്കാലമായതിനാൽ നല്ല പച്ചപ്പുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്.
കാഞ്ചൻജംഗയുടെ കാഴ്ചകളും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്തോറും കൂടുതൽ വ്യക്തമായിക്കൊണ്ടേയിരുന്നു. ഒന്നാം ദിവസം മുതൽ ശ്രമിക്കുന്ന ഒരു കാര്യമായിരുന്നു കാഞ്ചൻജംഗയുടെ കാഴ്ച എന്നുള്ളത്. എന്തായാലും ഇന്ന് അത് സാധ്യമായി. അതൊരു തരത്തിൽ ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കി. കാരണം ഇനി ഞങ്ങൾ ഹിമാലയൻ പ്രദേശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ താഴ്വരയിലേക്ക് നോക്കുമ്പോൾ ഈ സുളുക്ക് ഗ്രാമം കഴിഞ്ഞ് അതിൻ്റെ താഴേക്കുള്ള ഭാഗം നമുക്ക് വ്യക്തമായിരുന്നില്ല. അതുപോലെ തന്നെ അകലെയുള്ള പർവ്വത ശിഖരങ്ങളും നമുക്ക് വ്യക്തമായിരുന്നില്ല. എങ്കിലും പൊതുവെ നമുക്ക് സംതൃപ്തി നൽകിയ ഒരു യാത്രയായിരുന്നു ഈ. അങ്ങനെ തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. വഴിക്ക് ഇടയ്ക്കുള്ള മറ്റൊരു വ്യൂ പോയിന്റിൽ നിർത്തി കുറേ ഫോട്ടോകൾ എടുത്തു. വെയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സുളുക്കിൻ്റെ കുറച്ചുകൂടി ഭംഗിയുള്ള ആകാശ കാഴ്ച അവിടെ നിന്ന് നമുക്ക് കാണാമായിരുന്നു. ഇന്നലെ കോടമഞ്ഞിൽ വ്യക്തമാകാതിരുന്ന വഴിക്കാഴ്ചകളൊക്കെ കണ്ട് 7 മണിയോടുകൂടി ഞങ്ങൾ സുളുക്കിലെ ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. ഭക്ഷണം കഴിച്ച് 8:30 ഞങ്ങൾ ഡാർജിലിംഗിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. സുളുക്കിൽ നിന്നുള്ള യാത്രയിൽ ഹെയർ പിൻ ബെൻഡ് റോഡുകളിലൂടെയുള്ള ഒരു ഇറക്കം തന്നെയായിരുന്നു. ഏതാണ്ട് 45 മിനിറ്റ് കൂടി ഇത്തരത്തിലുള്ള ഹെയർ പിൻ ബെൻഡ് റോഡിലൂടെ യാത്ര ചെയ്താണ് ഞങ്ങൾ താഴ്വരയിലേക്ക് എത്തുന്നത്. ഈ ദൂരം മുഴുവനും അത്യാവശ്യം വീതി മാത്രമുള്ള ഒരു 2 ലൈൻ റോഡായിരുന്നു. അത് രാവിലെ ആയിരുന്നത് കൊണ്ട് തന്നെ കാര്യമായ തിരക്കൊന്നും ഈ റോഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ താഴ്വരയിലെത്തി, ഏറ്റവും താഴെ എത്തി. ഇനി ദേശീയപാതയിലൂടെയാണ് നമ്മളുടെ യാത്ര. അതിനാൽ കുറച്ചുകൂടി വേഗതയിൽ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 10:30 ഞങ്ങൾ റിങ്പോ എന്നൊരു സ്ഥലത്ത് നിർത്തി. ചായ കുടിക്കുന്നതിനും വണ്ടിക്ക് എണ്ണയടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ നിർത്തൽ. ഇനി ഇവിടെ നിന്ന് ഒന്നാം ദിവസം വന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. ടീസ്റ്റ നദി നമ്മുടെ വലതു ഭാഗത്ത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി ടീസ്റ്റ എന്ന സ്ഥലത്ത് വെച്ച്, ഈ സ്ഥലത്തിൻ്റെ പേരിലായിരിക്കാം ടീസ്റ്റ നദിക്ക് ആ പേര് ലഭിച്ചതെന്ന് തോന്നുന്നു. ഈ ടീസ്റ്റ എന്നുള്ള നഗരത്തിൽ നിന്ന് വഴി തിരിഞ്ഞാണ് ഞങ്ങൾ ഡാർജിലിംഗിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. നിറച്ച് മരങ്ങളുള്ള വലിയ കയറ്റങ്ങളുള്ള ഒരു റോഡിലൂടെയായിരുന്നു പിന്നെയുള്ള ഈ യാത്ര. അതും അത്യാവശ്യം മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു ചായക്കടയിൽ നിർത്തി കുറച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. വീണ്ടും വലിയ കയറ്റങ്ങൾ കയറിയുള്ള യാത്ര തന്നെയായിരുന്നു. നിറയെ മരങ്ങളും പച്ചപ്പുമുള്ള പാതയിലൂടെയുള്ള ഒരു യാത്ര. പല സ്ഥലത്തും വലിയ ട്രാഫിക് ജാമിൽ ഞങ്ങൾ അകപ്പെട്ടു. എങ്കിലും ഭംഗിയുള്ള ഈ പാതയിലൂടെയുള്ള യാത്ര നമുക്ക് ക്ഷീണം തോന്നിക്കാത്ത ഒന്നായിരുന്നു. 1:10 ഞങ്ങൾ ഡാർജിലിംഗിൻ്റെ പ്രവേശന കവാടമായിട്ടുള്ള ഘൂം എന്ന സ്ഥലത്തെത്തി. ഡാർജിലിംഗ് മൗണ്ടെയിൻ റെയിൽപാതയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് ഘൂം. അവിടെ ഡാർജിലിംഗ് ഘൂം മൗണ്ടെയിൻ ട്രെയിൻ അവിടെ നിന്ന് തിരിച്ച് ഡാർജിലിംഗിലേക്ക് പോകുന്നതിനായി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 3:40 ഡാർജിലിംഗിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ ഞങ്ങളും ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഇനി അവിടെ എത്തുമ്പോൾ സമയം കിട്ടിയാൽ ഹിമാലയൻ സൂവും മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ കാണണം എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. 6700 അടി ഉയരത്തിൽ ബംഗാളിലുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് ഡാർജിലിംഗ് എന്നത്. ഇന്ത്യയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് നേപ്പാൾ അതിർത്തിയോട് ചേർന്നാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ചൂടുകാലത്ത് താമസിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമായിട്ടാണ് ഈ ഹിൽ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ നിർമ്മിക്കുന്നത്. സിക്കിം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത പ്രദേശമായിരുന്നു ഇത്. പിന്നീട് ഈ പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇങ്ങോട്ടേക്കുള്ള യാത്രാ സൗകര്യത്തിനായി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചു. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്ന പേരിൽ ഇന്ന് ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂ ജയ്പാൽഗരി മുതൽ ഡാർജിലിംഗ് വരെ റോഡിൻ്റെ സൈഡിലൂടെയാണ് ഈ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1,19,000-ഓളം ആളുകൾ താമസിക്കുന്ന ഒരു നഗരമാണ് ഇത്. ദക്ഷിണേന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ട്രാഫിക് ജാം തന്നെയാണ്. അതിനൊരു കാരണം ഇവിടുത്തെ റെയിൽവേയാണ്. അത് റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും റെയിൽപാത മുറിച്ച് കടക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം കാത്തു കിടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 1:50 ഞങ്ങൾ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി.
സമയമുണ്ടായിരുന്നതിനാൽ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും ഞങ്ങൾ പോയി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പം വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതിനാൽ പകുതി വെച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. 3 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അറിയുന്നത് ട്രെയിനെല്ലാം 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ നടന്ന് കാണാൻ തീരുമാനിച്ചു. ഇവിടെ 3 ട്രെയിനിൽ കയറാനുള്ള ആളുകൾ കാത്തു നിൽക്കുകയാണ്. കാരണം 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ഇവിടുത്തെ റെയിൽവേ സർവീസുകളൊക്കെ നടത്തുന്നത്. ഈ സ്റ്റേഷനിൽ നിന്നാൽ ഡാർജിലിംഗ് നഗരത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു ഞങ്ങളിങ്ങനെ നടന്നു. അവസാനം ഞങ്ങൾക്ക് കയറേണ്ട ട്രെയിൻ എത്തി. ഒരു ഡീസൽ എൻജിൻ ഘടിപ്പിച്ച ഒരു ടോയ് ട്രെയിനാണ് അത്. അങ്ങനെ അത് വന്ന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി അതിനുള്ളിൽ ഞങ്ങൾ കയറിയിരുന്നു. ഇനി ഈ പാതയിലൂടെ 2 ട്രെയിൻ കൂടി ഇങ്ങോട്ട് വന്നാലേ ഈ ട്രെയിൻ പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം പുറപ്പെടുന്ന ട്രെയിൻ ഞങ്ങളുടെ ഈ ട്രെയിനാണ്. ഇവിടെ ഡീസൽ എൻജിൻ ട്രെയിനുകൾക്ക് പുറമെ സ്റ്റീം എൻജിൻ ഓടുന്ന ട്രെയിനുകളും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്തരത്തിൽ ഈ സ്റ്റീം എൻജിനിൽ ഓടുന്ന ഒരു ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇന്ത്യയിൽ ഇത്തരത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 3 മൗണ്ടെയിൻ ട്രെയിനുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ മേട്ടുപ്പാളയം ഊട്ടി മൗണ്ടെയിൻ ട്രെയിനാണ്. രണ്ടാമത്തത് കൽക്ക ഷിംല മൗണ്ടെയിൻ ട്രെയിനാണ്. മൂന്നാമത്തതാണ് ഇത്. അങ്ങനെ ഈ ട്രെയിനുകളൊക്കെ എത്തി 4:40 ഞങ്ങളുടെ ട്രെയിൻ ഖൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. ഈ ട്രെയിൻ വളരെ സാവധാനത്തിലാണ് ഓടുന്നത്. പരമാവധി ഒരു 10-12 km/h വേഗതയിലാണ് ഇതിൻ്റെ ഓട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലൂടെ ഓടിയാലും അപകടമൊന്നും ഉണ്ടാവുകയില്ല. ഈ ട്രെയിൻ പല സ്ഥലത്തും റോഡ് മുറിച്ച് കടന്നാണ് യാത്ര നടത്തുന്നത്. ഈ റെയിൽവേ പാത ഒരു നാരോ ഗേജ് പാതയാണ്. ശരിക്കും ന്യൂ ജയ്പാൽഗുരിയിൽ നിന്ന് ആരംഭിച്ച് ഡാർജിലിംഗ് വരെയാണ് ഈ ട്രെയിൻ റൂട്ട്, ഈ നാരോ ഗേജിൻ്റെ ട്രെയിൻ റൂട്ട്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഡാർജിലിംഗ് മുതൽ ഖൂം വരെ കുറേ ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട്. അതിലൊന്നിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിൻ ഇങ്ങനെ ഓടുന്നത് കടകളുടെയും റോഡിൻ്റെയും ഇടയ്ക്കാണ്. അതിനാൽ കടകളോടും വീടുകളോടും ഒക്കെ വളരെ ചേർന്നാണ് പോകുന്നത്. അത് ശരിക്കും ഒരു കൗതുകമുണർത്തുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. വളരെ സാവധാനത്തിൽ ഓടുന്നതിനാൽ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല. റോഡിൻ്റെ ഓരം ചേർന്നുള്ള ഈ ട്രെയിൻ യാത്രയിൽ പലപ്പോഴും മറ്റു വാഹനങ്ങളിൽ തൊട്ടില്ല എന്ന മട്ടിൽ പല പ്രാവശ്യം ട്രെയിൻ കടന്നു പോകുന്നത് കണ്ടു. പതിയുള്ള യാത്രയായതിനാൽ അപകട സാധ്യത കണ്ടാൽ ട്രെയിൻ നിർത്തുന്നതിനും സ്ലോ ആക്കുന്നതിനൊക്കെ കഴിയും എന്നതിനാൽ അപകടങ്ങളുണ്ടാവില്ല. എന്തായാലും ഈ കാഴ്ചകളൊക്കെ പുതുമയുള്ള ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഈ യാത്ര തുടർന്നു. ഈ യാത്രയിലൊരു പ്രധാന ആകർഷണമാണ് ബറ്റാസിയ ലൂപ്പ്. ഇവിടെ കയറ്റം കയറുന്നതിന് ട്രെയിൻ ഒരു സ്പൈറൽ റൂട്ടിൽ ഓടുന്നുണ്ട്. അതായത് ഒരു വൃത്താകൃതിയിൽ യാത്ര ചെയ്തിങ്ങനെ കയറ്റം കയറുകയാണ്. ഈ ലൂപ്പിൻ്റെ ഉൾഭാഗം ഒരു ഗാർഡനും ഒരു വാർ മെമ്മോറിയലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1947 ശേഷം രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ഖൂർഖ സൈനികർക്കുള്ള ഒരു ബഹുമാനമായിട്ടാണ് ഈ വാർ മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ട്രെയിൻ കുറച്ച് സമയം നിർത്തും. അത്യാവശ്യം നല്ല മഴയായിരുന്നെങ്കിലും ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. ക്ലിയറായ അന്തരീക്ഷമാണെങ്കിൽ ഇവിടെ നിന്നാലും കാഞ്ചൻജംഗയുടെ കാഴ്ച നമുക്ക് ലഭിക്കുമത്രേ. എന്തായാലും 10 മിനിറ്റോളം ഈ ബറ്റാസിയ ലൂപ്പിൽ ഈ ട്രെയിൻ നിർത്തി. വീണ്ടും ആ ട്രെയിനിൽ ഞങ്ങളുടെ യാത്ര തുടർന്നു. റോഡിലൂടെ ട്രാഫിക് ജാം ഉണ്ടാക്കി സാവധാനത്തിൽ ഇങ്ങനെ ട്രെയിൻ ഓടിക്കൊണ്ടേയിരുന്നു. യാത്രയുടെ ഇടയിൽ പലരും കൈവീശി ട്രെയിൻ യാത്രക്കാരെ അഭിവാദനം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രെയിൻ ഖൂം സ്റ്റേഷനിലെത്തിയാൽ ഞങ്ങൾ അവിടെ യാത്ര അവസാനിപ്പിക്കും. കാരണം ഞങ്ങളുടെ ന്യൂ ജയ്പാൽഗുരിയിൽ നിന്നുള്ള ട്രെയിൻ രാത്രി 10 മണിക്കാണ് പുറപ്പെടുന്നത്. ശരിക്കും ഞങ്ങൾ ഈ NJPയിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ രാവിലെ 3 മണിക്കുള്ള ഒരു ട്രെയിനായിരുന്നു. എന്നാൽ ആ ട്രെയിൻ 17 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ട്രെയിൻ എടുത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ അത് 10 മണിക്കുള്ള ട്രെയിനിലാണ് ടിക്കറ്റ് കിട്ടിയത്. ഖൂം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ NJPയിലേക്കുള്ള യാത്ര ആരംഭിക്കും. ഹിൽ കാർട്ട് റോഡ് എന്നറിയപ്പെടുന്ന ന്യൂ ജയ്പാൽഗുരി
ഡാർജിലിംഗ് റോഡിലൂടെ ആണ് ഞങ്ങളുടെ യാത്ര. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ന്യൂ ജൽപായ്ഗുരിയിൽ നിന്നും ഡാർജിലിംഗിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച വീതി കുറഞ്ഞ ഒരു പാതയാണ് ഈ ഹിൽ കാർട്ട് റോഡ് എന്ന് പറയുന്നത്. 5:25 ഈ ട്രെയിൻ ഖൂം റെയിൽവേ സ്റ്റേഷനിലെത്തി. മഴ നന്നായി ചാറുന്നുണ്ടായിരുന്നു. അവിടെ ഒരു റെയിൽവേ മ്യൂസിയം ശരിക്കും കാണാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഖൂം റെയിൽവേ സ്റ്റേഷൻ. 7400 അടി ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളുടെ വണ്ടി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ അധികം കാഴ്ചകളൊന്നും കാണാതെ ഞങ്ങളുടെ വണ്ടിക്ക് അടുത്തേക്ക് നീങ്ങി. ഇനി ഞങ്ങൾ ന്യൂ ജയ്പാൽഗുരിയിലേക്കുള്ള യാത്രയാണ്. ഒരു ഭാഗത്ത് റെയിൽവേ പാതയുള്ളതിനാൽ ട്രാഫിക് ബ്ലോക്കുകളാണ് എല്ലായിടത്തും. അതുപോലെ രാത്രിയായതിനാൽ കൂടുതൽ കാഴ്ചകളൊന്നും ലഭിക്കാതെ ഞങ്ങൾ യാത്ര ചെയ്ത് 8:45 ഞങ്ങൾ ന്യൂ ജയ്പാൽഗുരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ സാരഥി മോണിയോട് യാത്ര പറഞ്ഞ് രാത്രി 10 മണിക്കുള്ള ന്യൂ ജയ്പാൽഗുരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ രാംപൂർ ഹട്ടിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങളുടെ യാത്രയുടെ 6-ാം ദിവസം മെയ് 18 രാവിലെ 4:40 ഞങ്ങൾ രാംപൂർ ഹട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ റെയിൽവേ സ്റ്റേഷൻ ജാർഖണ്ഡ് ബോർഡറിനോട് ചേർന്നാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ജാർഖണ്ഡിലുള്ള മാലൂട്ടി എന്ന സ്ഥലത്തെ പുരാതന ക്ഷേത്രങ്ങൾ കണ്ട് തിരിച്ച് ഇവിടെ വന്ന് ശാന്തിനികേതനിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ കാഴ്ചകളും കണ്ട് വൈകുന്നേരത്തോടുകൂടി കൽക്കട്ടയിലെത്തണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഞങ്ങൾ ഈ രാംപൂർ ഹട്ടിൽ ഒരു റൂമെടുത്ത് ഫ്രഷായി 6:45 മാലൂട്ടി ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. കൃഷിയിടങ്ങൾക്കിടയിലൂടെയും ചെറു ഗ്രാമങ്ങൾക്കിടയിലൂടെയും യാത്ര ചെയ്ത് ബംഗാൾ ജാർഖണ്ഡ് അതിർത്തി മുറിച്ചു കടന്ന് 7:30 ഞങ്ങൾ ഈ ഗ്രാമത്തിലെത്തി. ആദ്യം ഞങ്ങൾ മൗലീക്ഷ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഇപ്പോഴും ആക്റ്റീവായ ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ വർഷം തോറും നടത്തുന്ന കാളിപൂജയിൽ 100 ആടുകളും 1 എരുമയെയും 1 ചെമ്മരിയാടിനെയും ബലി കൊടുക്കുന്ന ചടങ്ങുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ കയറി കണ്ടതിന് ശേഷം പുറത്തു വന്ന് ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു. ഗ്രാമീണർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു കൗതുകം. അവരോട് കുശലം പറഞ്ഞ് ഈ ഗ്രാമത്തിലെ മറ്റ് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ തിരിച്ചു. അതിപുരാതന കാലം മുമ്പ് തന്നെ ഈ പ്രദേശം വളരെ പ്രസിദ്ധമായിരുന്നു. സുംഗ രാജവംശ രേഖകളിൽ ഗുപ്തകാശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ ഗ്രാമം. സുംഗവംശ സ്ഥാപകൻ പുഷ്യമിത്ര സുംഗ അശ്വമേധയാഗം നടത്തിയത് ഈ ഗ്രാമത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് താന്ത്രിക ആചാര്യകളായ വജ്രായണി ബുദ്ധവിശ്വാസികൾ ഇവിടെ താമസമാക്കി. ആദി ശങ്കരാചാര്യർ കാശിയിലേക്കുള്ള യാത്രാമധ്യേ ഈ മാലൂട്ടിയിലെത്തുകയും ബുദ്ധമതത്തിനെതിരെയുള്ള തൻ്റെ ദൗത്യം ആരംഭിക്കുകയും ചെയ്തത് ഇവിടെ വെച്ചാണ്. അതായത് വേദിക് അപ്ഹീവൽ, വൈദിക വിപ്ലവം ആരംഭിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദിശങ്കരാചാര്യർ ആരംഭിച്ച ആചാരത്തിൻ്റെ ഭാഗമായി വാരണാസിയിലെ സുമേരു മഠത്തിലെ ദണ്ഡിസ്വാമി ഇപ്പോഴും വർഷത്തിലൊരിക്കൽ ഇവിടെ എത്താറുണ്ട്. 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഇവിടെ ഭരണം നടത്തിയിരുന്ന പല രാജവംശത്തിൻ്റെ ശേഷിപ്പ് വഹിക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഈ ക്ഷേത്രങ്ങളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചവയാണ്. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ചിത്രപ്പണിയായി അലങ്കരിച്ചിരിക്കുന്നു. 108 ക്ഷേത്രങ്ങളിൽ ഇന്ന് 72 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ചരിത്ര തെളിവുകളനുസരിച്ച് ഈ ക്ഷേത്രങ്ങളൊക്കെ അവസാനമായി നിർമ്മിച്ചത് 17-18 നൂറ്റാണ്ടുകളിലാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള ഈ ക്ഷേത്രങ്ങളെല്ലാം വളരെ ചെറുതാണ്. വ്യത്യസ്തമായ ഡിസൈനുകളിലാണ് ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഗ്രാമീണ വഴികളിലൂടെ ക്ഷേത്രങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. ഈ ഗ്രാമം ബാജ് ബസന്ത രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഇന്ന് ഒരു കുഗ്രാമമായിട്ട് നിലനിൽക്കുന്നു. ഇവിടുത്തെ രാജാക്കന്മാർ കൊട്ടാരങ്ങൾക്ക് പകരം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതുകൊണ്ടാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പ്രായമായൊരു ഗ്രാമീണൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് വിവരിച്ച് തരുന്നതിന് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം കൂടി. അതിമനോഹരമെന്നൊന്നും പറയാനാവാത്ത തരം ബംഗാളി ശൈലിയിലുള്ള ക്ഷേത്രങ്ങളാണ് ഇവയൊക്കെ. കുറച്ച് ക്ഷേത്രങ്ങളിൽ റിപ്പയറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുക്കാതെ നാശോന്മുഖമായ ഈ ക്ഷേത്രങ്ങൾ സേവ് ഹെറിറ്റേജ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന NGOയുടെ ശ്രമഫലമായി ഗ്ലോബൽ ഹെറിറ്റേജ് ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
8:20 ഞങ്ങൾ തിരിച്ച് രാംപൂർ ഹട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കടന്ന് 9 മണിയോടുകൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് 9:45 പുറപ്പെടുന്ന ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി ഞങ്ങൾ ഭോൽപൂരിലേക്ക് യാത്ര തിരിച്ചു. ഭോൽപൂരിൽ 10:45 എത്തി. ഇവിടെയാണ് പ്രസിദ്ധമായ ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് 11:30 ഇവിടുത്തെ പ്രധാന മ്യൂസിയമായ രവീന്ദ്ര ഭവനിലെത്തി. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വസ്തുക്കളും ഫോട്ടോകളും എഴുത്തുകളും നോബൽ സമ്മാനം ഉൾപ്പെടെയുള്ള അവാർഡുകളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത്. കുറച്ച് സമയം ഞങ്ങൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ടാഗോറിൻ്റെ വസതിയായ ഉത്തരായൻ സന്ദർശിച്ചു. വലിയ ഒരു മുറ്റത്തോടു കൂടിയ ഒരു വലിയ വസതിയാണ്. അതിൽ നമുക്ക് പ്രവേശനമില്ല. തന്നെയല്ല പല നിർമ്മാണങ്ങളിലും നമുക്ക് ഫോട്ടോഗ്രാഫി വിലക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്ന് അമർത്യ സെന്നിൻ്റെ വീടിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ശാന്തിനികേതനിലെ സാംസ്കാരിക ഗ്രാമമായ ശ്രീജനി ശില്പഗ്രാമത്തിലേക്ക് എത്തി. ധാരാളം ശില്പങ്ങളും ചുവർ തുണി ചിത്രങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 26 തരം വീടുകളും മറ്റും ഇവിടെ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവയ്ക്കിടയിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. രാത്രിയിലെ ഉറക്കമില്ലായ്മ ഞങ്ങളെല്ലാവരെയും തളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയം നടന്ന് കാഴ്ചകൾ കാണുന്നതിന് ഞങ്ങൾക്കായില്ല. ഏതാണ്ട് 40 മിനിറ്റോളം ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ അമർ കുതിർ എന്നൊരു ഹാൻഡിക്രാഫ്റ്റ് ഷോറൂം സന്ദർശിച്ച് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വലിയ ബുദ്ധപ്രതിമയുടെ മുന്നിലെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഉള്ളിലേക്ക് കയറി കാണുന്നതിനൊന്നും കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഞങ്ങൾ സോനാജുരി എന്ന മാർക്കറ്റ് സന്ദർശിച്ചു. ഇത് ശരിക്കും ഒരു ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റാണ്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. സ്ഥിരം ബിൽഡിങ്ങുകളൊന്നുമില്ലാതെ താൽക്കാലിക നിർമ്മാണങ്ങൾ മാത്രമുള്ള ഒരു മാർക്കറ്റാണ് ഇത്. കലാകാരന്മാരുടെ പാട്ടുകളും ഡാൻസുകളും ഒക്കെ അരങ്ങേറുന്ന ഒരു മാർക്കറ്റ്. അധികം കാഴ്ചകൾക്കൊന്നും ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി. ഉറക്കമില്ലായ്മയുടെ ക്ഷീണം തന്നെയായിരുന്നു കാരണം. വൈകുന്നേരം 5:30 ഒരു ട്രെയിനിൽ കയറി ഞങ്ങൾ കൽക്കട്ടയിലേക്ക് യാത്ര തിരിച്ചു. 8:10 ഞങ്ങൾ ഹൗറ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭക്ഷണം കഴിച്ച് ബുക്ക് ചെയ്തിരുന്ന അശോക ഹോട്ടലിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ഞാൻ ടീമിനോട് യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ എയർപോർട്ടിലേക്ക് പോയി. രാവിലെ 5 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവർ ഇനി 2 ദിവസം കൂടി കൽക്കട്ടയിലെ കാഴ്ചകൾ കാണും. അങ്ങനെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന സിക്കിം സംസ്ഥാനവും സന്ദർശിച്ച ആ മനോഹര യാത്ര അവസാനിച്ചു.